കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടും കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇലയടയുടെ റെസിപ്പിയാണ്. ഇതൊരു പഴയകാല വിഭവം എന്നാണ് പറയുന്നതെങ്കിലും നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലേ. വളരെ ടേസ്റ്റിയാണ്. മിക്കവാറും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് ഗോതമ്പ് മാവ് വെച്ചും അരിപ്പൊടി വെച്ചും ഒക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ നന്നായിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് ചപ്പാത്തി മാവ് ഉണ്ടാക്കിയ പൊടിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഏകദേശം ഒരു 4 വലിയ അട ഉണ്ടാക്കാനുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗോതമ്പൊക്കെ പൊടിച്ച് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് പൊടിയുടെയൊക്കെ ഫ്ലേവറൊക്കെ ഉണ്ടാവില്ലേ. ഇനി നമുക്കതിലേക്ക് അല്പം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി അല്പം ഉപ്പ് കലർത്തിയ വെള്ളം വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടിയിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ അല്പം വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കലർത്തിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വളരെ സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ കൂടുതൽ വെള്ളവും പാടില്ല കേട്ടോ. ഇതൊക്കെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ഗോതമ്പ് പൊടിയല്ലേ. അപ്പോൾ നമുക്ക് കയ്യിൽ അല്പം വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഡയറക്റ്റ് നമുക്ക് തേങ്ങയും ശർക്കരയൊക്കെ ചുരണ്ടി ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ആവി കയറ്റിയാലും സൂപ്പറാണ്. ഇതേപോലെ ഒന്ന് ചെയ്യണം. തേങ്ങ ചിരവിയിട്ടത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. കരിയാനൊന്നും പാടില്ല. അതിലുള്ളൊരു വെള്ളമയൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. നെയ്യിലൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മധുരത്തിന് വേണ്ടി ശർക്കര തന്നെ ചേർക്കണം, അപ്പോഴാണ് കേട്ടോ നല്ല രുചി ഉണ്ടാവുക. അതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ അടയൊക്കെ വേവിച്ച് കഴിക്കാൻ നേരത്ത് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. വേണമെങ്കിൽ അവിലൊക്കെ ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്, ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയോ ജീരകപ്പൊടിയോ ഒക്കെ ചേർക്കാം. ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാനായിട്ട് അല്പം മാവ് എടുത്തിട്ട് വാഴയിലയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. നൈസായിട്ട് വേണമെങ്കിൽ പരത്താം, അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. ആവിയൊക്കെ കയറ്റുമ്പോൾ പെട്ടെന്ന് ആവാനും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിനൊക്കെ നൈസായിട്ട് പരത്തണം കേട്ടോ. ഇതേപോലെ ഷേപ്പൊക്കെ അവരവർ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഫില്ലിങ്സ് ഇതിൻ്റെ 2 ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു സൈഡിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറേ ഒന്നും വേണ്ട. നമ്മളിത് മടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്നും വരരുത് കേട്ടോ. പൊട്ടി പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശർക്കരപ്പാനിയൊക്കെ പുറത്തേക്കൊക്കെ ഒഴുകിയിട്ട് പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതേപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഴയില വെച്ചിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. എല്ലാവരും കണ്ടില്ലേ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇതേപോലെ 4 അടയ്ക്കുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വാഴയിലയിൽ അത് കറക്റ്റായിട്ട് പരത്തി അതിൻ്റെ ഫില്ലിങ്സൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഇത് വേണമെങ്കിൽ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഡയറക്റ്റ്. ഞാനിവിടെ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഒരു സ്റ്റീമറിലേക്ക് 2 വലിയതായത് കാരണം 2 തട്ടിലുമായിട്ട് 2 വെച്ചിട്ടാണ് ആവി കയറ്റിയെടുത്തത്. പെട്ടെന്ന് ആവും ചെയ്യല്ലോ. ഒരുമിച്ചാവുമ്പോൾ ഇനി ഒരു ഭാഗം ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ചെയ്തത് കേട്ടോ. ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഡെല്ലി തട്ടിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തു. അടയെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ച് ഒന്ന് തണിയുമ്പോൾ നമുക്കത് എടുത്ത് ചൂടോടെ കഴിക്കാം. ഇലയുടെ സ്മെല്ലും ഗോതമ്പും അതിലെ ഫില്ലിങ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത കാരണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കുമോ. വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിയൊക്കെ ഗുണമല്ലേ. വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.